തരത്തിലുള്ള നിലപാടാണ് സ്വീകരിക്കാൻ സാധിക്കുക എന്ന് മുമ്പ് തന്നെ CPIM വ്യക്തമാക്കിയിട്ടുള്ള കാര്യമാണ്. ഇന്ത്യ എന്ന പൊതുവേദി പരസ്പരം സഹകരിച്ചുകൊണ്ട് ഈ ഒരു ലക്ഷ്യമാണ് തിരഞ്ഞെടുപ്പിൽ നേടിയെടുക്കാൻ ഉള്ളത്. BJPയെ ഭരണത്തിൽ നിന്ന് താഴെ ഇറക്കുക എന്നുള്ളതാണ് ആ ചുമതല. അത്തരത്തിലുള്ള കൂട്ടുകെട്ടുകൾ രാജ്യത്ത് പൊതുവെ വളർന്നു വരുന്നു എന്നതാണ് ആശ്വാസകരമായ ഒരു കാര്യം. ബീഹാറിൽ ഇപ്പോഴും 9ാമത്തെ പ്രാവശ്യവും കാലുമാറി മുഖ്യമന്ത്രിയായി BJP സഹകരണത്തോടുകൂടി അധികാരത്തിൽ വന്ന സംസ്ഥാനമാണ് നിതീഷിന്റെ ബീഹാർ. പക്ഷേ ബീഹാറിൽ പൊതുവായ ഒരു മുന്നണി BJP വിരുദ്ധമായ നിലയിൽ രൂപപ്പെട്ടു കഴിഞ്ഞു എന്നുള്ളതാണ് ഹിന്ദി മേഖലയിലുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം. അതേപോലെ തന്നെ UPയിലും സമാനപരമായ രീതിയിലുള്ള നിലപാടുകൾ കൈക്കൊണ്ടുവരികയാണ്. ചർച്ചകളെല്ലാം പൊതുവായ ദിശയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് തന്നെയാണ് UPയിൽ നിന്ന് കിട്ടുന്ന വിവരവും നമുക്ക് നൽകുന്നത്. ആം ആദ്മി പാർട്ടിയുമായി ചേർന്നുള്ള അവർക്ക് സ്വാധീനമുള്ള മേഖലയിലുള്ള കൂട്ടുകെട്ട് നല്ല രീതിയിൽ പുരോഗമിക്കുന്നുവെന്ന് നമുക്ക് കാണാൻ കഴിയും. പല സംസ്ഥാനങ്ങളിലും യോജിച്ചു നിൽക്കുമ്പോൾ തന്നെ പഞ്ചാബിൽ പരസ്പരം മത്സരിക്കാം എന്ന് ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും നിലപാട് സ്വീകരിച്ചിരിക്കുന്നു എന്നുള്ള കാര്യവും നമുക്ക് കാണാൻ സാധിക്കുന്ന ഒന്നാണ്. മഹാരാഷ്ട്രയിലും വിശാലമായ ഐക്യം രൂപപ്പെട്ടു വരുന്നുണ്ട് എന്നുള്ളത് ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ BJPയെ താഴെ ഇറക്കുന്നതിന് വേണ്ടിയുള്ള നല്ല ശ്രമങ്ങൾ മുന്നേറിക്കൊണ്ടിരിക്കുന്നു എന്ന് തന്നെയാണ് കാണാനാവുന്നത്. ഞാൻ പറഞ്ഞു വന്നത് ഓരോ സംസ്ഥാനത്തിൻ്റെയും പ്രത്യേകതക്കനുസരിച്ച് BJP വിരുദ്ധ വോട്ടുകൾ ഛിന്ന ഭിന്നമാവാതെ ഏകോപിതമായി മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടിയുള്ള ശ്രമം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ വിവിധ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ രൂപപ്പെട്ടു വരുന്നു എന്നുള്ളത് ഞാൻ പറഞ്ഞതുപോലെ ആവേശകരമായ കാഴ്ചയാണ്. കോർപ്പറേറ്റ് മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുന്നത് പോലെയല്ല ഇന്ത്യയുടെ രാഷ്ട്രീയ ചക്രം തിരിയുന്നത് എന്ന് ഇതിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയും. കഴിഞ്ഞ 3 സംസ്ഥാന തെരഞ്ഞെടുപ്പിലുണ്ടായിട്ടുള്ള BJPയുടെ വിജയം അത് കാണിച്ചുകൊണ്ടാണ് BJP മുന്നേറി എന്ന വ്യാപകമായ പ്രചാരവേല ഈ കോർപ്പറേറ്റ് മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുന്നത്. ഇവിടെയും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം, രാജസ്ഥാനിലും മധ്യപ്രദേശിലും ഛത്തീസ്ഗഡിലും ആ 3 സംസ്ഥാനത്താണ് BJPക്ക് ജയിക്കാൻ സാധിച്ചിട്ടുള്ളത്. ഈ 3 സംസ്ഥാനത്തിൽ ചേർന്നാൽ 64 ലോക്സഭാ മണ്ഡലങ്ങളാണ് ആകെയുള്ളത്. ഈ 3 സംസ്ഥാനത്തിലും ചേർന്നിട്ട് അതിൽ കഴിഞ്ഞ പ്രാവശ്യം 61 അവർ ജയിച്ചതാണ്. BJP അവരുടെ മുന്നണി 61 സീറ്റും അവർ ജയിച്ചതാണ്. ഈ 61 സീറ്റ് ജയിച്ചു കഴിഞ്ഞപ്പോഴും 50% കൂടുതൽ വോട്ട് എവിടെയും കിട്ടിയില്ല. അതിൻ്റെ അർത്ഥം എന്താ? വളരെ ചെറിയ വോട്ടിന്റെ വ്യത്യാസത്തിന് BJP കടന്നുകൂടുകയാണ് ഈ 61 സീറ്റിലും ഉണ്ടായത്. ഇവിടെ വളരെ ഫലപ്രദമായ രീതിയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് സഖ്യ കക്ഷികളെല്ലാം ചേർത്ത് മുമ്പോട്ടേക്ക് പോകാൻ ശ്രമിച്ചാൽ ഈ 3 സംസ്ഥാനത്തിലെയും കോൺഗ്രസിന്റെ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന നേരത്തെ പറഞ്ഞ ഇന്ത്യ സംവിധാനത്തിന്റെ നല്ല മുന്നേറ്റം
ഉണ്ടാക്കാനാവും. BJP ആഗ്രഹിക്കുന്ന രീതിയിൽ ജയിച്ചു എന്നുള്ളത് കൊണ്ട് വളരെ ചെറിയ വോട്ടിന് ജയിച്ചു വന്ന ആ ചിത്രം അങ്ങോട്ട് മാറും. ഐക്യമുന്നണി ഉണ്ടാകുമ്പോൾ, ഐക്യപ്പെട്ട് നിൽക്കുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ BJPയുടെ വോട്ട് അവർക്ക് തന്നെ ലഭിച്ചാൽ ബാക്കി വോട്ട് ഞാൻ 63% വോട്ടുണ്ട് BJP വിരുദ്ധ വോട്ട്. ഈ 63% വോട്ട് ചേർന്ന് മുന്നോട്ടേക്ക് പോകാൻ കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞതുപോലെ 50% പോലും വോട്ട് കിട്ടാത്ത ഈ സംസ്ഥാനങ്ങളിലൊന്നും BJPക്ക് ജയിച്ച് കടന്നു വരിക എന്നുള്ളത് അത്ര എളുപ്പമായിട്ട് കാണാൻ സാധിക്കില്ല എന്ന് നമുക്ക് പ്രായോഗികമായിട്ട് മനസ്സിലാക്കാൻ കഴിയും. അതേപോലെ തന്നെ തെരഞ്ഞെടുപ്പ് അടുത്തു വരുന്ന സന്ദർഭത്തിൽ BJP വിരുദ്ധ വോട്ടുകൾ യോജിപ്പിക്കുന്നതിന് നമുക്ക് ഓരോ നിയോജക മണ്ഡലത്തിലെയും ഓരോ പാർലമെന്റ് മണ്ഡലത്തിലെയും അവസ്ഥ ഓരോ സംസ്ഥാനമായിട്ട് എടുത്ത് പരിശോധിച്ചാൽ അത് നല്ല രീതിയിൽ നമുക്ക് ചേർത്ത് നിർത്തി കൊണ്ടുപോകാൻ കഴിഞ്ഞാൽ നല്ല സാധ്യത ഇനിയും ഇന്ത്യ മുന്നണിക്കുണ്ട് എന്നുള്ളത് തന്നെയാണ് കാണാൻ സാധിക്കുന്ന ചിത്രം. അപ്പോ ഒരു നിലപാട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എടുത്തുകൊണ്ട് മാത്രമേ നമുക്ക് BJPയെ തോൽപ്പിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന കാര്യം വ്യക്തമാക്കുകയാണ്. BJP ഇപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടുകൊണ്ട് എന്തെങ്കിലും നിലപാട് സ്വീകരിക്കാനല്ല. അവര് മുന്നോട്ടേക്ക് വെക്കുന്നത് ഹിന്ദുത്വ അജണ്ട തന്നെയാണ്. അപ്പോൾ ഈ ഹിന്ദുത്വ അജണ്ടക്ക് ബദലായി മതനിരപേക്ഷ നിലപാടുകൾ മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നതിന് വേണ്ടി നമുക്ക് സാധിക്കണം. ഇപ്പോൾ രാമക്ഷേത്ര നിർമ്മിതിയെ തുടർന്ന് അതിന്റെ ഉദ്ഘാടനവും അതിന്റെ ഭാഗമായിട്ടുള്ള ഒരു ഓളം സൃഷ്ടിച്ച് തെരഞ്ഞെടുപ്പിൽ ജയിക്കാനാവുമെന്നുള്ളതാണ് ഈ മാധ്യമങ്ങളും BJP സംഘപരിവാർ വിഭാഗങ്ങളും ആലോചിക്കുന്നത്. അപ്പോൾ അതിന് കൃത്യമായിട്ടുള്ള ഒരു ബദലാണ് BJP അല്ലാത്ത മതനിരപേക്ഷ ഉള്ളടക്കത്തോടുകൂടി പ്രവർത്തിക്കുന്ന എല്ലാ വിഭാഗത്തെയും യോജിപ്പിച്ച് അണിനിരത്തുക എന്നുള്ളത്. ആഗോളവൽക്കരണ നിലപാടുകളും BJPയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സമീപനമാണ്. ഇപ്പോൾ ഹിന്ദുത്വ അജണ്ട കോർപ്പറേറ്റ് മൂലധന ശക്തികൾക്കുള്ള അതിന്റെ പരമാധികാരം, ഫാസിസത്തിന്റെ സമീപനത്തെ രൂപപ്പെടുത്തിക്കൊണ്ടുള്ള ഏകാധിപത്യ പ്രവണത, ഈ മൂന്നാണ് BJPയുടെ മുഖമുദ്ര. ആഗോളവൽക്കരണത്തിന്റെ ഭാഗമായിട്ടുള്ള സാമ്രാജ്യത്വവുമായിട്ട് ചേർന്ന് കൈകോർത്ത് ഇന്ത്യൻ മുതലാളിയെ ലോക മുതലാളിത്തത്തിന്റെ ഭാഗമാക്കി അതിന്റെ നെറുകയിൽ നിർത്താൻ വേണ്ടിയുള്ള ശ്രമമാണ് BJP നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഹിന്ദുത്വം എന്ന് പറയുമ്പോൾ ഹിന്ദുത്വം മാത്രമല്ല, ഹിന്ദുത്വം രണ്ടാമത്തെ സ്റ്റെപ്പാണ്. ഒന്നാമത്തെ കാര്യം ഈ കോർപ്പറേറ്റീവ് മൂലധനത്തിന് വേണ്ടിയിട്ടാണ്. രണ്ടാമത്തത് അതെങ്ങനെ എന്നുള്ള ചോദ്യത്തിന് ഹിന്ദുത്വ അജണ്ട വെച്ചുകൊണ്ടാണ്. അത് ഒരു ഫാസിസ്റ്റ് രീതിയിലുള്ള നിലപാടിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് മാത്രമേ അവർക്ക് ഭരണഘടനയെ പോലും തള്ളിക്കളഞ്ഞുകൊണ്ട് മതനിരപേക്ഷതയെയും ജനാധിപത്യത്തെയും ഫെഡറലിസത്തെയും എല്ലാം മാറ്റി തീർക്കുന്ന ഒരു നിലപാടിലേക്ക് അവർക്ക് എത്താൻ സാധിക്കുള്ളൂ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് ഈ മൂന്ന് ശക്തികളെയും ഫലപ്രദമായിട്ട് എതിർത്ത ശരിയായ ദിശാബോധത്തോടു കൂടി മുന്നോട്ടേക്ക് പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഭാഗം ഇടതുപക്ഷ പ്രസ്ഥാനമാണ്. നമുക്കറിയുന്നത് പോലെ രാമക്ഷേത്രത്തിന്റെ ഉദ്ഘാടന ഘട്ടത്തിലും രാജ്യം അത് കണ്ടതാണ്. ഉറച്ച നിലപാട് സ്വീകരിച്ചത് CPIM ഉൾപ്പെടെയുള്ള ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളാണ്. കോൺഗ്രസിന് ഒരു സ്റ്റേറ്റ്മെന്റെങ്കിലും ഇറക്കേണ്ടി വന്നത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ CPIM-ഉം ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളും എടുത്ത കർശനമായ നേരത്തെ പറഞ്ഞ മതവർഗീയതക്കെതിരായിട്ടുള്ള മുദ്രാവാക്യത്തിന്റെ ഭാഗമായിട്ടാണ്. പക്ഷേ കോൺഗ്രസിന് ഇത് നമുക്കെല്ലാം അറിയുന്നത് പോലെ മൃദു ഹിന്ദുത്വ നിലപാട് സ്വീകരിക്കുന്ന വിഭാഗം എന്നുള്ളതുകൊണ്ട് അവരെടുത്ത തീരുമാനം അവർക്ക് തന്നെ നടപ്പിലാക്കാൻ ഇന്ത്യയിലുടനീളം സാധിച്ചിട്ടില്ല. നിരവധി സംസ്ഥാനങ്ങൾ അവരുടെ പാട്ടിന് പോകുന്ന നിലയാണ് ആ ക്ഷേത്ര ഉദ്ഘാടന പരിപാടിയുമായിട്ട് ബന്ധപ്പെട്ട് കണ്ടത്. അപ്പോൾ ഇന്നത്തെ ഇന്ത്യൻ പരിസ്ഥിതിയിൽ ഇടതുപക്ഷത്തിന്റെ സ്വാധീനം
ഇന്ത്യൻ പാർലമെന്റിൽ ഉണ്ടാവുക എന്നുള്ളത് ശരിയായ ദിശാബോധത്തോടെ പാർലമെന്ററി ജനാധിപത്യത്തെയും മതനിരപേക്ഷതയെയും ഫെഡറലിസത്തെയും എല്ലാം കൈകാര്യം ചെയ്യുന്നതിന് ദിശാബോധം നൽകുന്നതിന് അത്യാവശ്യമാണ് എന്ന കാര്യത്തിൽ ആർക്കും തന്നെ സംശയമുണ്ടാവില്ല. സംസ്ഥാനത്തിൻ്റെ വികസനം മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നതിനും കേന്ദ്രത്തിൽ നിന്നും ന്യായമായ നമ്മുടെ അവകാശം നമുക്ക് ലഭിക്കേണ്ടുന്നതിൻ്റെ ആവശ്യകത ഉന്നയിക്കുന്നതിനും യഥാർത്ഥത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് കേരളത്തിലെ ജനങ്ങൾക്കൊപ്പം നിന്ന് കേന്ദ്രത്തിൻ്റെ നിലപാടുകൾക്കെതിരായിട്ട് ഇപ്പോൾ പൊരുതിക്കൊണ്ടിരിക്കുന്നത് എന്നും ഞാൻ പ്രത്യേകിച്ച് പറയാതെ നമുക്കറിയാം. തെറ്റായ നിലപാട് സ്വീകരിക്കുന്ന കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സമീപനത്തിനെതിരായി കേരളത്തിലെ 2 MP-മാരാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമായിട്ടുള്ളത്. ബാക്കിയെല്ലാം 18 പേരും കേരള വിരുദ്ധ നിലപാട് സ്വീകരിച്ചതല്ലാതെ കേന്ദ്രത്തിനെതിരായിട്ട് ഒരു നിലപാട് സ്വീകരിക്കാൻ തയ്യാറായില്ല. കേരളത്തിൻ്റെ വളർച്ച, വികസനം ലക്ഷ്യമിട്ട ഒരു സമീപനവും അവർ സ്വീകരിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, കേരളത്തിലെ പ്രതിപക്ഷം ഏറ്റെടുത്തിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചുമതല എല്ലാ വികസന പ്രവർത്തനവും കേരളത്തിൽ ഇനി നടത്താൻ അനുവദിക്കില്ല എന്നതാണ്. ലോകത്ത് തന്നെ ആരും എടുക്കാത്തൊരു നിലപാട് സ്വീകരിച്ചുകൊണ്ടാണ് കേരളത്തിലെ UDF അതിൻ്റെ ഭാഗമായിട്ടുള്ള അതിൻ്റെ MP-മാർ ഉൾപ്പെടെ നിലകൊള്ളുന്നത്. ഇതാണ് നമ്മുടെ മുമ്പിലുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ മതനിരപേക്ഷ നിലപാട് സ്വീകരിച്ചുകൊണ്ട് തന്നെ ഈ ഇന്ത്യൻ രാഷ്ട്രീയത്തെ നിലനിർത്തി മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നതിനുള്ള പ്രധാനപ്പെട്ട ഇടതുപക്ഷ നയം യഥാർത്ഥത്തിൽ ഉയർത്തിപ്പിടിക്കുന്നതിന് വിട്ടുവീഴ്ചയില്ലാതെ ചെയ്യുന്ന ആ കടമ നിർവഹിക്കുന്ന പാർട്ടി CPIM ആണ്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് എന്നും കോൺഗ്രസ് നിരവധി സന്ദർഭങ്ങളിലായിട്ട് ചാഞ്ചാടുന്ന നിലപാടാണ് സ്വീകരിക്കുന്നത് എന്നും രാജ്യത്തെ ജനങ്ങൾക്കെല്ലാം കൃത്യമായിട്ട് മനസ്സിലായിട്ടുള്ളതാണ്. അപ്പോൾ ഇടതുപക്ഷത്തിൻ്റെ ശക്തമായ നിലപാടാണ് യഥാർത്ഥത്തിൽ കോൺഗ്രസിനെ പോലും മതനിരപേക്ഷ സമീപനത്തിൻ്റെ ഭാഗമായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റെങ്കിലും ഇറക്കാൻ അവരെ പ്രാപ്തമാക്കുന്നത് എന്ന് നമുക്കിതിൻ്റെ ഭാഗമായിട്ട് കാണാൻ കഴിയും. ഏത് പ്രതിസന്ധിയിലും ഉറയാതെ നിൽക്കുന്ന മതനിരപേക്ഷയുടെ ഗ്യാരണ്ടിയാണ് ഇടതുപക്ഷ പാർട്ടികളും അതിൻ്റെ നിലപാടുകൾ. അതിൻ്റെ MP-മാർ വളരെ ചെറുതാണെങ്കിലും അവരെടുത്ത നിലപാടുകളും വളരെ വ്യക്തമാണ്. അപ്പോൾ കേരളം എക്കാലത്തും ഉയർത്തിപ്പിടിക്കുന്ന ആ രാഷ്ട്രീയം ഇന്ത്യൻ പാർലമെന്റിൽ ഉയർത്തിപ്പിടിക്കുന്നതിന് LDF സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കുക എന്നുള്ളത് കേരളത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മുഖ്യ അജണ്ടയാവുന്നു എന്നുള്ളതാണ് അത് സംബന്ധിച്ച് ചൂണ്ടിക്കാണിക്കുന്നത്. അതിനുതകുന്ന രീതിയിലുള്ള കരുത്തരായ സ്ഥാനാർത്ഥികളുമായാണ് CPIM ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ മത്സരിക്കാൻ ഒരുങ്ങുന്നത്. LDF ചർച്ച ചെയ്ത് CPIM-ന് 15 പാർലമെന്റ് നിയോജക മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികളെ നിർത്തുന്നതിനു വേണ്ടിയുള്ള തീരുമാനമാണ് എടുത്തത്. CPI-ക്ക് 4 സീറ്റ്, കേരള കോൺഗ്രസ് M-ന് 1 സീറ്റ്, അങ്ങനെ മൊത്തം 20 സീറ്റ് ആ രീതിയിലാണ് നിശ്ചയിച്ചിട്ടുള്ളത്. CPI-യുടെയും കേരള കോൺഗ്രസ് M-ൻ്റെയും സ്ഥാനാർത്ഥികളെ ഇതിനകം തന്നെ അവർ പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട്. CPIM-ൻ്റെ 15 സ്ഥാനാർത്ഥികളുടെ പേരാണ് ഇവിടെ പാർട്ടിയുടെ എല്ലാ തലങ്ങളിലുമുള്ള ജനാധിപത്യപരമായ രീതിയിലുള്ള ചർച്ചകളും അതിനടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള തീരുമാനങ്ങളും സെൻട്രൽ കമ്മിറ്റിയുടെ അംഗീകാരവും എല്ലാം ചേർത്തുകൊണ്ട് ഇന്നിപ്പോൾ പ്രഖ്യാപിക്കുന്നു. കാസർഗോഡ് MP ബാലകൃഷ്ണ മാസ്റ്റർ, കണ്ണൂർ MP ജയരാജൻ, വടകര KK ശൈലജ ടീച്ചർ, കോഴിക്കോട് എളമരം കരീം, മലപ്പുറം V വസീഫ്, പൊന്നാനി KS ഹംസ, പാലക്കാട് A വിജയരാഘവൻ, ആലത്തൂർ K രാധാകൃഷ്ണൻ, ചാലക്കുടി പ്രൊഫസർ C രവീന്ദ്രൻ മാസ്റ്റർ, എറണാകുളം KJ ഷൈനി ടീച്ചർ, KJ ഷൈൻ ടീച്ചർ, ഇടുക്കി ജോയ്സ് ജോർജ്, ആലപ്പുഴ AM ആരിഫ്, പത്തനംതിട്ട ഡോക്ടർ TN തോമസ് ഐസക്, കൊല്ലം M മുകേഷ്,
ആറ്റിങ്ങൽ വി ജോയി. ഇതാണ് 15 സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചുള്ള ഞങ്ങളുടെ കാഴ്ചപ്പാട്. ഇതിൽ പാർട്ടി PB മെമ്പർമാർ, BB മെമ്പർ, സെൻട്രൽ കമ്മിറ്റി അംഗം, പിന്നെ താഴെ തലത്തിലുള്ള എല്ലാ തരത്തിലുള്ള പാർട്ടി നേതാക്കൾ തന്നെയാണ് പ്രധാനമായിട്ടും മത്സരിക്കുന്നത്. ഇതാണ് KS ഹംസ അവിടെ ഏറ്റവും പറ്റിയ ഒരു സ്ഥാനാർത്ഥിയാണ്. സമസ്തയൊന്നുമില്ല, അങ്ങനെ ഒരു ഏതെങ്കിലും ഒരു വിഭാഗത്തിന്റെ ആളായിട്ടല്ല, എല്ലാവരുടെയും പൊതുവായ ഒരു സ്ഥാനാർത്ഥിയായിട്ടാണ് കാണുന്നത്. എല്ലാവരും പാർട്ടി ചിഹ്നത്തിലാണ്. സ്വതന്ത്രമാരില്ല. സ്വതന്ത്ര എന്ന് പറഞ്ഞാൽ ഇവരെല്ലാം പാർട്ടി നേതാക്കന്മാരാണെന്നും എല്ലാവരെ പറ്റി പറയാൻ പറ്റില്ല. ചില ആളുകൾ ആ രീതിയിലുള്ളതല്ല. പക്ഷെ അവരെല്ലാം സ്വതന്ത്ര സ്ഥാനാർത്ഥികളായിട്ട് മത്സരിക്കുകയല്ല ചെയ്യുന്നത്. എല്ലാവരും പാർട്ടി ചിഹ്നത്തിൽ തന്നെയാണ് മത്സരിക്കുന്നത്. ഇത് അങ്ങനെ ഓരോ മണ്ഡലത്തിലും ഒരാളെ മത്സരിപ്പിക്കാൻ കൃത്യമായ എല്ലാവരും ഒരു കാര്യകാരണ നിയമമുണ്ട്. എന്ത് മനസ്സിലാക്കിയാൽ മതി. അതെന്താണ് നിങ്ങളത് നിങ്ങൾക്കല്ലേ മനസ്സിലാക്കുക. നിങ്ങൾ വിശദീകരിച്ചു. കാൻഡിഡേറ്റ് ഇല്ലാതുകൊണ്ടല്ല, കാൻഡിഡേറ്റ് ഉള്ളതുകൊണ്ടല്ലേ മത്സരിപ്പിക്കുന്നത്. കാൻഡിഡേറ്റ് ഇല്ലെങ്കിൽ പിന്നെ ഞങ്ങളിങ്ങനെ പരിധി നടക്കില്ലേ. ഇപ്പം കാൻഡിഡേറ്റ് ഉണ്ട് ഇഷ്ടം പോലെ മത്സരിക്കാൻ. ഉപതെരഞ്ഞെടുപ്പ് ഇതിനു മുമ്പ് ഇതേപോലെ തന്നെ എത്രയാ ഉപതെരഞ്ഞെടുപ്പ് നടന്നിട്ടുണ്ടല്ലോ. ഈ കേരളത്തിൽ തന്നെയുള്ള അനുഭവമാണല്ലോ. അത് UDFന്റെ ഭാഗമായിട്ട് ജയിച്ചിട്ടുണ്ട്, ഞങ്ങളുടെ ഭാഗമായിട്ട് ജയിച്ചിട്ടുണ്ട്. അതൊക്കെ നമുക്ക് നല്ല പരിചയമുള്ളതാണ് കേരളത്തിൽ. തെരഞ്ഞെടുപ്പല്ല ആകെ തന്നെ ചിലവല്ലേ. ചിലവ് ഒഴിവായിട്ട് എന്തെങ്കിലും നടക്കുമോ? മുകേഷ് എത്രയോ കൊല്ലമായിട്ട് പാർട്ടി സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ച് ജയിച്ച് MLA ആയിട്ട് നിൽക്കല്ലേ. അവിടെ സ്ഥാനാർത്ഥിയില്ല. അവിടെ നിങ്ങൾ എന്തടിസ്ഥാനത്തിലാണ് പറയുന്നത്? പാർട്ടി സ്ഥാനാർത്ഥിയായിട്ട് തന്നെ മത്സരിച്ച് അരിവാൾ ചുറ്റിയ നക്ഷത്രത്തിൽ ജയിച്ചിട്ടാണല്ലേ മുകേഷ്. നിങ്ങൾക്ക് എന്താ സംശയം? അല്ല, പൊളിറ്റിക്കൽ കാൻഡിഡേറ്റ് തന്നെയാണ്, അതിന് യാതൊരു സംശയമില്ല. ഇന്ന് ഫലപ്രദമായിട്ട് പ്രേമേന്ദ്രനെ യഥാർത്ഥത്തിൽ BJPയുമായിട്ട് ബന്ധപ്പെട്ട് ലിങ്ക് ഉണ്ടായി വരില്ലേ. അദ്ദേഹത്തിന്റെ ഒപ്പം ഭക്ഷണം കഴിക്കാൻ പോയവർ ഒരാളിപ്പോൾ തന്നെ BJP ചേർന്നു. ഇതിനകം തന്നെ BJP ചേർന്നു. ഇനി ആരൊക്കെയാണ് BJP ചെയ്യുന്നത് നോക്കിയാൽ മതി. അതുകൊണ്ട് അതിലൊന്നും നിങ്ങൾക്ക് യാതൊരു ഭയമാണ്. ഞങ്ങൾ നിർത്തിയിട്ടുള്ള സ്ഥാനാർത്ഥികളെല്ലാം ജയിക്കാൻ വേണ്ടി നിർത്തിയിട്ടുള്ള സ്ഥാനാർത്ഥികളാണ്. എല്ലാ തെരഞ്ഞെടുപ്പിലും പരിഗണിച്ച പോലെ ഇപ്രാവശ്യം പരിഗണിച്ചിട്ടുണ്ട്. എല്ലാ തെരഞ്ഞെടുപ്പിലും പരിഗണിച്ചിട്ടുണ്ട് താങ്കൾ പറഞ്ഞു. ഞാൻ അതാ പറഞ്ഞത്, എല്ലാ തെരഞ്ഞെടുപ്പിലും പരിഗണിച്ചതുപോലെ ഇപ്രാവശ്യവും പരിഗണിച്ചിട്ടുണ്ട്. യുവാക്കൾക്കും പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. എല്ലാം ഇതിൻ്റെ ഈ ലിസ്റ്റ് വായിച്ചു നോക്കിയല്ലേ കൃത്യമായിട്ട് മനസ്സിലാക്കുക. യുവാക്കളുണ്ട്, നല്ല പ്രായമുള്ളവരുണ്ട്, അത്ര പ്രായമില്ലാത്തവരുണ്ട്. എല്ലാവരും ചേർന്ന ഒരു ഏജ് ഗ്രൂപ്പാണ് മത്സരിക്കുന്നത്. അയ്യലിന് രണ്ട് ഭാഗവുമായിട്ടും യോജിച്ചു പോകാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അല്ല, വഹാബ് ഉൾപ്പെടെയുള്ളവരുമായി ചേർന്ന് പോകാനാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കണ്ടിട്ടുള്ളത്. അങ്ങനെ ഇപ്പോൾ ഏതെങ്കിലും ഒരു പാർട്ടി ഞങ്ങളുമായിട്ട് തെറ്റി നിൽക്കുന്നില്ല. RJD ഉൾപ്പെടെയുള്ള എല്ലാവരുമായും ഞങ്ങൾ ചർച്ച നടത്തിയിട്ടുണ്ട്. അവരൊക്കെ ചില അഭിപ്രായങ്ങൾ പറഞ്ഞിരുന്നു, അതെല്ലാം വെച്ചുകൊണ്ട് അവരൊക്കെ ആയിട്ട് ചർച്ച നടത്തിയിട്ടുണ്ട്. വഹാബിന്റെ പാർട്ടിയുമായിട്ടും ഞങ്ങൾ ചർച്ച നടത്തിയിട്ടുണ്ട്. അവരെല്ലാം LDFന്റെ ഭാഗമായിട്ട് നിൽക്കാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത്.